ഇക്കഴിഞ്ഞ ഞായറാഴ്ച റേഞ്ച് റോവർ ട്രക്കിൽ നിന്നും ഇറക്കുന്നതിനിടയിൽ CITU തൊഴിലാളിക്കുണ്ടായ ഒരു പിഴവിനെ തുടർന്ന് ആ വാഹനം നിയന്ത്രണം വിട്ട് മുത്തൂറ്റ് ഷോറൂമിലെ ജീവനക്കാരനായ റോഷൻ ആന്റണി സേവ്യർ ദാരുണമായി മരണപ്പെട്ടിരുന്നു. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് രണ്ടുപേരും ചെന്നപ്പോൾ അവിടെ മൂടിയിട്ടേക്കണയാണ് കണ്ടത്. റേഞ്ച് റോവർ ഓടിക്കുന്ന 6 വർഷമായിട്ട് വോൾവോ ഓടിച്ചു വെച്ചതാണ്. ചേട്ടാ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, എങ്ങനെ പോകുന്നുള്ളത്. എന്ത് ചെയ്യാനാണ്? ഇവിടെ പാർട്ടിയായിട്ട് ആരും ഒന്നും വന്നിട്ടില്ല. CIT-കാരൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണിത്. പക്ഷേ ഇവിടുത്തെ MLA ഉണ്ടെങ്കിൽ MLA CIT-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് മാക്സി. ഒന്നും അന്വേഷിക്കേണ്ടതൊന്നും വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു. കാരണം അവർ വരേണ്ടതല്ലേ, ഇവരുടെ ഏരിയ തന്നെയാണല്ലോ. ഇപ്പോൾ അയാൾ തോമ്പഴിക്കാണ് താമസിക്കുന്നത്, എന്നിട്ട് അടുത്ത് തന്നെയാണല്ലോ. അയാളൊന്നും അന്വേഷിക്കാനൊന്നും വന്നിട്ടില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച റേഞ്ച് റോവർ ട്രക്കിൽ നിന്നും ഇറക്കുന്നതിനിടയിൽ CITU തൊഴിലാളിക്കുണ്ടായ ഒരു പിഴവിനെ തുടർന്ന് ആ വാഹനം നിയന്ത്രണം വിട്ട് മുത്തൂറ്റ് ഷോറൂമിലെ ജീവനക്കാരനായ റോഷൻ ആന്റണി സേവ്യർ ദാരുണമായി മരണപ്പെട്ടിരുന്നു. ഞാൻ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ പാണ്ടിക്കുടിയിലുള്ള റോഷൻ്റെ വീട്ടിലാണ്. റോഷൻ്റെ ഭാര്യ ഷെൽമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷെൽമ, എപ്പോഴാണ് ഈ ഒരു വിയോഗം അറിയുന്നത്? ഞങ്ങൾക്ക് ഞായറാഴ്ച രാത്രി 12:50 ഇപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. അങ്ങനെ ഞാൻ ഡോറ് തുറന്നപ്പോൾ ചേട്ടൻ്റെ കൊളീഗ്സ് എനിക്ക് ഒരാളറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ നിങ്ങളൊന്ന് റെഡിയാവും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിളിച്ചു അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലപ്പോൾ പറഞ്ഞു ബോധമില്ല, അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പാനിക്കാണുകൊണ്ട് പറയാഞ്ഞതായിരിക്കും. അപ്പോൾ തന്നെ ഞാനും അപ്പച്ചനെ വിളിച്ച് ഞങ്ങൾ രണ്ടും പിള്ളേർ ഉറങ്ങുമായിരുന്നു, അവരെ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെന്ന് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് രണ്ടുപേരും ചെന്നപ്പോൾ അവിടെ മൂടിയിട്ടേക്കണയാണ് കണ്ടത്. അപ്പോഴാണ് അറിയുന്നത് ആക്സിഡൻ്റാണ്. നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞാൽ വിളിച്ചത്. അറിയാം, എനിക്ക് മിക്കവാറും എനിക്കറിയാം, സുഹൃത്തുക്കളെ അറിയാം, എല്ലാം എന്നോട് പറയാറുള്ളത്. അപ്പോഴാണ് ഞാൻ പോയത്. ഞങ്ങൾ ട്രക്കിൽ നിന്ന് ഇറക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പോയത്. അപ്പോൾ എന്തോ ട്രക്കിൽ നിന്ന് ഇറക്കുമ്പോൾ എന്തോ പറ്റിയെന്ന് പറയുന്നത് ക്ലിയറായിട്ട് ഞാനും എനിക്കറിയത്തില്ല. വേഗം റെഡിയായി പോവുകയോ ചെയ്തത്. അപ്പം തന്നെ പോയി. എല്ലാ പ്രാവശ്യവും പോകുന്നതാണ് ഇതുപോലെ ഞായറാഴ്ച പോകാറുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും പോകാറുണ്ട് ഞായറാഴ്ച. ശനിയാഴ്ച ഈ ട്രക്ക് ഞങ്ങൾ ആ വഴി പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കൊളീഗ് വന്നപ്പോൾ ചോദിച്ചു, ശനിയാഴ്ച ട്രക്ക് ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണല്ലോ, രാവിലെ ഞങ്ങൾ പോയായിരുന്നു. എടപ്പള്ളി പോണ വഴിക്ക് ഞാൻ ഹസ്ബൻഡും കൂടി പോയപ്പോൾ ട്രക്ക് കണ്ടതാണ്. അപ്പോൾ ശനിയാഴ്ച അവർക്ക് അവധി ആയതുകൊണ്ടാണ് ഞായറാഴ്ച എടുത്തൊക്കെ വെച്ചേക്കണേണെന്നാണ് ആയിരിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. പുള്ളിക്കും വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാലും അങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. ഈ CITU തൊഴിലാളികളാണോ ഈ ട്രക്കിൽ നിന്ന് ഇത് ഇറക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇവരാണ് ഇറക്കണേന്ന്. ഞാൻ ആദ്യമേ ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ട് പോകുമായിരുന്നു, ഇടയ്ക്ക് പോകും ഇങ്ങനെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ആരാണ് ഇറക്കണേന്ന് വെച്ചപ്പോൾ ഇവരാണ് ലോഡിങ്ങുകാരാണ് ഇറക്കണേന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ അവർ ചെയ്യുമെന്ന് വെച്ചപ്പോൾ അത് അവരാണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറയണത്. റോഷൻ അവിടുത്തെ ജോലി എന്തായിരുന്നു? ആദ്യം ഡ്രൈവറായിട്ടാണ് കയറിയത്. വോൾവോയിലായിരുന്നു ആദ്യം 6 വർഷം. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ 3 വർഷമുള്ളൂ മുത്തൂറ്റ് മോട്ടോഴ്സിലേക്ക്. ആദ്യം ഡ്രൈവറായിട്ടാണ് കയറിയത്. ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി, ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ കോർഡിനേറ്റ് ചെയ്താൽ മതിയാവും. ഈ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. വാഹനം ഓടിക്കുന്ന ആളാണ്. 6 വർഷമായിട്ട് റേഞ്ച് റോവർ ഓടിക്കുന്ന 6 വർഷമായിട്ട് വോൾവോ ഓടിച്ചു വെച്ചതാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവിടെ മുത്തൂറ്റ് മോട്ടോഴ്സിൽ കിട്ടിയത്. വാഹനം ഓടിക്കുന്ന ആളാണ്. ഇപ്പം 3 വർഷത്തിനടുത്തായിട്ട് ഈ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈവറായിട്ട് ജോലി ചെയ്തതാണ്. ഈ ട്രക്കിൽ നിന്ന് വരുന്നത് ഈ റോഷൻ ഇറക്കിയിട്ടുണ്ടോ വാഹനം? ഇല്ല ഇറക്കിയിട്ടില്ല. ഈ കുറച്ച് അധികമായിട്ടില്ല ഇപ്പം ഇങ്ങനെ പോയി തുടങ്ങിയിട്ട്. നേരത്തോട്ട് പോകണമെങ്കിലും ചേട്ടൻ ഇറക്കിയിട്ടില്ല. ഇല്ല ഇവർ തന്നെ ചെയ്യുന്ന. എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആരാ ഇറക്കുന്നത്, നിങ്ങളാണ് ഇറക്കണേന്നൊക്കെ. ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും, എന്നോടെല്ലാം പറയും. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ഇറക്കുന്നത്, ഇവരാണ് ഈ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇറക്കണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പം വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിലെ അവസ്ഥ, അപ്പച്ചന് 75 വയസ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ അമ്മച്ചി മരിച്ചു പോയിട്ടുണ്ട്. 6 വർഷമായി. കുഞ്ഞുങ്ങൾ 6 വയസ്സ് 3.5 വയസ്സ്. എനിക്കപ്പോൾ വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ, വേറെ ആരുമില്ല. ചേട്ടയാണ് പുറത്തേക്ക് എല്ലാം വർക്കൊക്കെ. എനിക്ക് ഇപ്പോൾ പോസിബിൾ അല്ല. കുഞ്ഞുങ്ങളാരെങ്കിലും നോക്കണമല്ലോ. ഞാനിവിടെ നിന്നേ പറ്റുള്ളൂ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിർത്തിയതാണ്.
റോഷൻ ഇവിടെ തന്നെ ജോലി തുടരാനായിരുന്നു ആഗ്രഹം? ഇവിടെ തന്നെ ജോലി തുടങ്ങി. ഇല്ല, പുറത്തേക്ക് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്യാൻ ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഇവിടെയാണ് ഇഷ്ടം. ഞങ്ങളിവിടെ ഫോർട്ട് കൊച്ചി റണ്ണേഴ്സ് എന്നുള്ള ഒരു റണ്ണിങ് ക്ലബ്ബൊക്കെ ഉണ്ട്. ഞങ്ങൾ മാരത്തൺ ഓടുന്ന ആൾക്കാരാണ് രണ്ടുപേരും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം. ഞങ്ങൾ പുറത്തേക്ക് പോകാനേ പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാവരും പറയും പുറത്തേക്ക്, പ്ലാനേ ഇല്ല അങ്ങനത്തെ ഒരു. ഞങ്ങൾ 2 ആഴ്ചക്ക് മുമ്പ് ഒരു റൺ ഉണ്ടായിരുന്നു, നൈറ്റ് ഓൾ അൾട്ര എന്ന് പറഞ്ഞ സോൾസ് ഓഫ് കൊച്ചിൻ്റെ ഐലൻഡിൽ രാത്രിയുള്ളതായിരുന്നു. ഹസ്ബൻഡ് ഓടിയിട്ടുണ്ടായിരുന്നു അതിന്. അപ്പോൾ അതിൻ്റെ മെഡൽ മേടിക്കാനാണ് ഞാൻ പറഞ്ഞില്ല ശനിയാഴ്ച രാവിലെ പോയെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയി വാങ്ങിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ ട്രക്കും യാർഡൊക്കെ എന്നെ കാണിച്ച്, യാർഡ് എന്നെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്, ട്രക്കൊക്കെ കണ്ടത്. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വണ്ടി ഇപ്പം എടുത്തുള്ളൂ, അതിന് ലോണുണ്ട്. മക്കൾ ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, ഒരാൾ അംഗനവാടി പോകുന്നു. 2 പെൺകുട്ടികളാണ്. ഷോറൂമുകാർ എന്തെങ്കിലും വന്നിട്ട് സംസാരിച്ചിരുന്നോ? അവർക്ക് എന്തോ അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു, വന്നിരുന്നു. അപ്പോൾ അവർ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു 5 നടത്തിയത്, 7 അല്ല 5 നടത്തിയത്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്, സംസാരിച്ചു. എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹായം അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ സംഭവങ്ങളും പിന്നെ PF-ൻ്റെ എന്തോ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോബ് ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഒന്നും ചിന്തിച്ച് ഇതാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് വരികയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പോലീസ് വന്നിട്ടില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇവിടെ ഇൻഷുറൻസ് ഇല്ല. ഇവിടെ ഇൻഷുറൻസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇൻഷുറൻസും ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇങ്ങനൊരു ആപത്ത് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. 10 വർഷവും ഡിസംബർ ആകുമ്പോൾ. എനിക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഞാൻ ഓടാനൊക്കെ പോകുന്നതാണ് മാരത്തൺ. അപ്പം എനിക്ക് കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫുൾ എൻ്റെ ബാക്ക് ബോണിൻ്റെ ചേട്ടയായിരുന്നു. റോഷൻ്റെ പിതാവ് ജോസഫ് നമ്മുടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു മകനല്ലേ? അതെ, എൻ്റെ അത്താണിയായിരുന്നു. എനിക്കാകെ ഒരു മകനല്ലേ ഉള്ളൂ. ആ മകൻ്റെ ജീവിതം കൊണ്ട് അവൻ്റെ ജീവിതമാണ് എൻ്റെ ഇത് പോണ്. ഞാൻ തന്നെ പൈസയൊക്കെ ആയില്ല, പ്രായമൊക്കെ എനിക്ക് ഒരുപാട് പ്രായങ്ങളൊക്കെ ആയി. പിന്നെ ഇപ്പം അവനില്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് 2 ചെറിയ കുട്ടികളാണ് ഉള്ളത്. ഉറക്കം പറ്റാത്ത കുട്ടികളെന്ന് വെച്ചാൽ ഒന്ന് 1-ാം ക്ലാസ്സിലും ഒന്ന് അംഗൻവാടിയിലും ഒക്കെ പോണ കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഇപ്പം അമ്മ മരിച്ചിട്ട് 6 വർഷമായി. 6 വർഷമാകാൻ പോണേ. ആഗസ്റ്റ് 16 6 വർഷമാകാൻ പോണു. അമ്മ മരിച്ചിട്ട് നമുക്ക് സുഖമില്ലാണ്ട് സ്റ്റോക്കായി വീണ് മരിച്ച് തളർന്നു പോയതാണ്. അങ്ങനെ അമ്മ മരിച്ചു എന്തായിട്ട് പോയതാണ്. പിന്നെ അമ്മനെ നോക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. 6 വർഷം വരെ അമ്മ കുറച്ച് 5 വർഷം വരെയും കിടപ്പായിരുന്നു അമ്മ. പിന്നെ അങ്ങനെ നോക്കി അതിനെ ശുശ്രൂഷിച്ച് അയാളൊക്കെയാണ് മകനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. കടമുണ്ട്. ഇത് ബാങ്കിലെ ലോൺ ആധാരമൊക്കെ ബാങ്കിലായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ അവൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് റിക്കവർ ചെയ്ത് ഇങ്ങനെ വന്നിരുന്നിച്ചപ്പോൾ പിന്നെ അവനൊരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ലോൺ 6 മാസമായിട്ട് എടുത്തിട്ട് അധികം നടന്നു പോയിട്ടില്ല. അതും ലോണിലാണ് എടുത്തേക്കണത്. ഇത് അപകടത്തിന് ശേഷം ഷോറൂമുകാർ എന്തെങ്കിലും സംസാരിച്ചിരുന്നു നമ്മളോട്? ഷോറൂമുകാർ ഇവിടെ വന്നിരുന്നു. അത് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ സംസാരിച്ച് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല കാര്യമായിട്ട്. 10:15 ഇവിടെ നിന്ന് പോണത്. പോയി കഴിഞ്ഞാൽ അവൻ ഞങ്ങൾ തിരിച്ചു വരാം, പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് പോയത്. പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരുപാട് 11-12 കിടന്ന് തുടങ്ങിയപ്പോൾ എന്നാലും ഇവൻ വന്നിട്ടില്ലായിരുന്നു. രണ്ടും 12 മണിയോട് വിട്ട് അതിൽ കോളിംഗ് ബില്ലടിച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ വാല് തുറന്നപ്പോൾ ഇവർ 3-4 പേര് ഓഫീസിൽ നിന്ന് വന്നവരാണ്. അവർ പറഞ്ഞു റിയാക്ഷനോട് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ വാന്ന് പറഞ്ഞു. ഞങ്ങൾ കൊച്ചുങ്ങൾ ഉടങ്ങിക്കിടന്ന് വെച്ചായിരുന്നു. പെണ്ണുങ്ങളിട്ട് ഞങ്ങൾ ഉടങ്ങിക്കിടന്ന ആളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. എല്ലാവരും കൂടി അവരുടെ കാറുമായിട്ട് വന്നത്. അങ്ങനെ പോയി. അവർ പോണ വഴിക്കും ഒന്നും പറഞ്ഞില്ല എന്താണെന്ന്. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഇങ്ങനെ സംഭവം. ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, പോലീസുകാരുടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ മൂടിയിട്ടേക്കണ കാണുന്നത് ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് നോക്കാനാണ്? ചേട്ടൻ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ പോകുമെന്നുള്ളത്. എന്ത് ചെയ്യാനാണ്? ആരുമില്ലല്ലോ ആശ്രയമായിട്ട്. ഞാനുള്ളൊരു വയസ്സനാണ്, പ്രായമുള്ള ഒരാളാണ്. പോലീസൊന്നും വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, അന്വേഷിച്ചൊന്നും വന്നിട്ടില്ല. പോലീസിനെയൊക്കെ അവരുടെ ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ പാർട്ടിയായിട്ട് ആരും ഒന്നും വന്നിട്ടില്ല. CIT-കാരൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണിത്.
പക്ഷേ ഇവിടുത്തെ MLA ഉണ്ടെങ്കിൽ MLA സിയേറ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ആൾ. മാക്സി ഒന്നും അന്വേഷിക്കേണ്ടതൊന്നും വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടായിന്. കാരണം അവർ വരേണ്ടതല്ലേ, ഇവരുടെ ഏരിയ തന്നെയാണല്ലോ. ഇപ്പോൾ അത് തോമ്പഴിക്കാണ് താമസിക്കുന്നത്, എന്നിട്ട് അടുത്ത് തന്നെയാണല്ലോ. അയാളൊന്നും അന്വേഷിക്കാനൊന്നും വന്നിട്ടില്ല. റോഷനും ഷെൽമയും അംഗമായിട്ടുള്ള ഫോർട്ട് കൊച്ചി റണ്ണേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളാണ് ഇവിടെ ഉള്ളവർ. എത്ര നാളായിട്ട് റോഷനെ അറിയാമായി? റോഷനും ഷെൽമയും 2 വർഷത്തോളമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങളെ ക്ലബിനെ കുറിച്ച് അറിഞ്ഞ് ഇവർ നമ്മളോട് വന്ന് ജോയിൻ ചെയ്തത്. പിന്നീട് ഇവിടെ കേരളത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള പല മാരത്തണുകളിലും പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ വല്ലാത്തൊരവസ്ഥയിലായി പോയി. ഇതൊക്കെ ശരിക്കും വേണ്ട രീതിയിൽ നോക്കി കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഒരു സംഭവം കൊണ്ട് സംഭവിച്ചതാണ്. നഷ്ടം അവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പോഴും ഉണ്ടാവും. ഇതിനുള്ള ശേഷമുള്ള എന്താണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ സഹകരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ. എന്തായാലും ഈ കുടുംബത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായത്. 2 കൊച്ചു കുട്ടികളാണ് റോഷനുള്ളത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. മുത്തൂറ്റ് ജോലി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ഈ കുട്ടികളെ വിട്ടിട്ട് ഷെൽമയ്ക്ക് പോകാൻ കഴിയില്ല. ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കിട്ടണം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് എന്നാണ് മുത്തൂറ്റുകാർ പറയുന്നത്, പക്ഷേ അത് എത്രത്തോളം ഈ കുടുംബത്തിന് സഹായമാകുമെന്ന് അറിയില്ല. ഒരു അപ്പച്ചൻ മാത്രമാണ് ഈ വീട്ടിലുള്ളത്, പിന്നെ ഷെൽമയും 2 കൊച്ചു കുട്ടികളുമാണ്. ഇപ്പോൾ സഹായത്തിന് ഷെൽമയുടെ അച്ഛനും അമ്മയും വന്ന് നിൽപ്പുണ്ട്. അടിയന്തരമായി ഇവർക്ക് വേണ്ട സഹായം കൊടുക്കണം. കൂടാതെ ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണം. ഒരിക്കലും എക്സ്പേർട്ട് അല്ലാത്ത ആളുകളെ കൊണ്ട് ഇത്തരം വലിയ ട്രക്കുകളിൽ നിന്നും ഈ ലക്ഷറി വണ്ടികളൊന്നും ഇറക്കാതിരിക്കുക, അതാണ് ഇനി ചെയ്യേണ്ടത്. കൊച്ചിയിൽ നിന്നും ടി അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.